ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്നൊരു ഓൺ വോയിസിൽ വീഡിയോ ആണ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഫേസ്ബുക്കിൽ ചുമ്മാ ഇങ്ങനെ റീല് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഒരു മസാലച്ചോറിന്റെ റെസിപ്പി കൊണ്ട് അതിന് പ്രത്യേകിച്ച് കറിയും കാര്യങ്ങളൊന്നും വേണ്ട. അപ്പോൾ അൻവർ അതിനോട് ഷെയർ ആക്കിയിട്ട് പറഞ്ഞു ഇന്ന് നമുക്ക് ലഞ്ചിന് അത് ട്രൈ ചെയ്യാന്ന്. സോ ഞാൻ ഓർത്ത് വന്നാൽ പിന്നെ അത് തന്നെയാക്കാം. ഇനി ചോറിന് വേറെ കറിയൊന്നും ഉണ്ടാക്കണ്ടല്ലോ. ആണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്: സവോള, പച്ചമുളക്, തക്കാളി ആൻഡ് മല്ലിയില. ഓൾറെഡി ചോറ് കുക്ക് ചെയ്യാൻ കുക്കറിൽ ഇട്ടിട്ടുണ്ട്. റൈസ് ഞാൻ സ്ട്രെയിൻ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്, മഞ്ഞപ്പൊടി, മുളക് പൊടി, പച്ചമുളക്. ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ നല്ലപോലെ മിക്സ് ആക്കാം. നല്ലപോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. മല്ലിയിലയും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കിയെടുക്കാം. മിക്സ് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ ജീരകം ഉണ്ടല്ലോ ഇതിനെ ഇട്ട് കൊടുക്കാം. കടുക് ഇട്ട് കൊടുക്കാം. കടുക് കറിവേപ്പില, കുറച്ച് സവാളയും കൂടി ഇട്ടിട്ട് നല്ല മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ. വെളുത്തുള്ളി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരമൽ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ മിക്സ് ആക്കി വെച്ചിരിക്കുന്ന റൈസ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. നമ്മുടെ മസാലച്ചോറ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചൂട് പാറുന്ന മസാലച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാനും ഇത് ഫസ്റ്റ് ടൈമാണ് ടേസ്റ്റ് ചെയ്യുന്നത്. നല്ല ചൂടുണ്ട്. ഈ കറിയൊക്കെ ഉണ്ടാക്കാൻ മടിയുള്ളൊന്നും ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി. ഫസ്റ്റ് ടേസ്റ്റ് ചെയ്തപ്പം എനിക്ക് വലിയ ഇഷ്ടമായില്ല, പക്ഷെ ഇതിങ്ങനെ കഴിച്ചു വരുമ്പോൾ ഇറ്റ്സ് ഗുഡ് ആക്ച്വലി. തൈരും പപ്പടം, വേറൊന്നും വേണ്ട. മസാലച്ചോറ് റെസിപ്പി നിങ്ങൾ ഇതിന് മുന്നേ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം. ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു കമന്റ് ചെയ്യാം. സോ നമുക്ക് വേറെ വീഡിയോ കാണാം. ടാറ്റാ ബൈ.